ശ്രീ അനൂപ് ആന്റണി, വിദേശ ഫണ്ട് സ്വീകരിച്ച് കോൺഗ്രസും ചില മാധ്യമ പ്രവർത്തകരും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി BJP ആരോപിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നറേറ്റീവിൽ വന്ന ഒരു വേർഡാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതെങ്കിലും നമുക്കറിയാം വർഷങ്ങളായിട്ട് പല ഇന്റർനാഷണൽ ഏജൻസികളും പല സംഘടനകളും പല രാഷ്ട്രങ്ങളിലും അവിടുത്തെ ഭരണങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഉദാഹരണം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ വളരെ സുസ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ മറിച്ചിട്ടത് എന്ന് നമ്മൾ വ്യക്തമായി കണ്ടു. നമ്മൾ BJP കുറെ നാളുകളായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അർബൻ നക്സൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡൽഹിയിൽ പ്രത്യേകിച്ച് 2004 മുതൽ 2014 ശ്രീമതി സോണിയാഗാന്ധി നമുക്കറിയാം അന്ന് ഒരു പ്രധാനമന്ത്രിക്ക് മുകളിൽ ഒരു ബോഡി പോലും ഉണ്ടാക്കി ആ ഒരു ബോഡിയാണ് ഭാരതത്തെ നിയന്ത്രിച്ചിരുന്നത്. അന്ന് അവർ സിവിൽ സൊസൈറ്റി എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഈ സിവിൽ സൊസൈറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുഖപടം ധരിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, അത് ഭാരതത്തിന്റെ ഇൻട്രസ്റ്റിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ആ ഒരു 10 വർഷം കൊണ്ട് തഴച്ചു വളർന്നത്. അവരെ സംരക്ഷിച്ചതും അവർക്ക് ഫണ്ട് ചെയ്തതും എല്ലാം ഈ പറഞ്ഞ പല ഏജൻസികളാണ്. ഇതാണ് BJP കാലങ്ങളായി പറഞ്ഞു വരുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഓരോരോ കണക്കുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ അമേരിക്കയിൽ പുതിയതായി വന്നിട്ടുള്ള ട്രംപ് ഗവൺമെന്റ് തന്നെ അതിനെ എക്സ്പോസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഉദാഹരണം തന്നെ പറയാം. $21 മില്യൺ, അതായത് ഭാരതത്തില് ഡെമോക്രസി സുസ്ഥിരമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് USAID നൽകിയതായി, അതായത് ഒരു ഏജൻസി വഴി, ഒരു IFES എന്ന് പറയുന്ന ഒരു ഏജൻസി, ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ട്രൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഏജൻസി വഴി ഭാരതത്തിൽ നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട് ചെയ്യുകയാണ്. ആലോചിക്കണം, ഭാരതം പോലെ ഇത്രയും നല്ലൊരു ഡെമോക്രാറ്റിക് കൺട്രിയെ നല്ല രീതിയിൽ ഇവിടുത്തെ ഇലക്ഷൻ നടന്നു പോകുന്ന ഒരു പ്രക്രിയയിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക 21 മില്യൺ എന്ന് പറഞ്ഞാൽ 200 കോടി രൂപയാണ്. 200 കോടി രൂപ ഭാരതത്തിലേക്ക് ഫണ്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ഈ 2004 മുതൽ 2014 വരെ ഈ രീതിയിൽ വന്നത് ഏകദേശം പല NGOകളിലേക്ക് വന്നത് ഏകദേശം 20,000 കോടി രൂപയാണ്. 2100 മില്യൺ അടുപ്പിച്ചെന്നാണ് അവരുടെ കണക്കുകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഇത് ഇലക്ഷനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നതാണെങ്കിൽ ഇതിന്റെ ആഴം എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഇലക്ഷന് വേണ്ടി മാത്രം വന്നൊരു ഫണ്ടാണെങ്കിൽ മീഡിയയ്ക്ക് വന്നിട്ടുള്ള ഫണ്ടുകൾ, മറ്റുള്ള ഈ സിവിൽ സൊസൈറ്റി NGOകൾക്ക് വന്നിട്ടുള്ള ഫണ്ടുകൾ, ഇതിന്റെയൊക്കെ ഒരു വ്യാപ്തി ആലോചിച്ചു കഴിഞ്ഞാൽ ഭാരതത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളുടെ കണക്കുകൾ ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പൊ $21 മില്യൺ ഭാരതത്തിലേക്ക് വോട്ടിംഗ് മാനേജ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന ഫണ്ടിനെ പോലും അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട്, അല്ലെ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുകയാണ് ആ ഫണ്ട് വന്നത് ബംഗ്ലാദേശിന് വേണ്ടി വന്ന ഫണ്ടിനെയാണ് തെറ്റിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞത്. എന്നിട്ട് ട്രംപ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ആ 21 മില്യൺ ബംഗ്ലാദേശിലേക്ക് പോയ ഫണ്ട് വേറെയാണ്, ഈ വന്നിരിക്കുന്ന $21 മില്യൺ എന്ന് പറയുന്നത് ഭാരതത്തിലേക്ക് വന്നിരിക്കുന്ന ഫണ്ടാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഭാരതത്തിൽ ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഉള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ ഒഴുക്കുന്നത്? മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഇവിടെ സുസ്ഥിരമായി പോകുന്ന ഈ ഭരണത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഭാരതത്തിൽ വളരെ ശക്തനായ ഒരു നേതാവിന്റെ കീഴിൽ ശക്തമായ ഒരു സുസ്ഥിരമായ ഒരു ഭരണം മുമ്പോട്ട് പോകുന്നു. പല ജിയോ പൊളിറ്റിക്സിൽ പല ശക്തികൾക്കും ഇഷ്ടമാവുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളവർ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇതുപോലുള്ള ഓരോ ഫണ്ടിങ്ങിന്റെ കഥകൾ നമ്മൾ പറയേണ്ട പോലും ആവശ്യമില്ല. ഇപ്പോൾ എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള DOG എന്ന് പറയുന്ന സംഘടന തന്നെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം വീണ്ടും നമുക്ക് കൂടുതൽ കണക്കുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതെ, വളരെ നന്ദി ശ്രീ അനൂപ് ആന്റണി പ്രതികരിച്ചതിന്.